ധ്യാനിനെ കാണാം, വിമലയെ കാണാം, വിനീതിനെ കാണാം. കണ്ണീരണിഞ്ഞ് വിട നൽകുകയാണ് ശ്രീനിവാസന് നാട്. കൊച്ചുമക്കൾ, പേരക്കുട്ടികൾ അന്തിമോപചാരം അർപ്പിക്കുന്നു. പ്രദീപ് ജോസഫ് കൂടിയുണ്ട്. പ്രദീപ്, സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ചിതയിലേക്ക് എടുത്തിരിക്കുന്നു ശ്രീനിവാസന്റെ ഭൗതിക ശരീരം. മൂത്ത മകൻ അന്തിമ കർമ്മങ്ങൾ ചെയ്യും. മക്കളും പേരക്കുട്ടികളും ഭാര്യയുമെല്ലാം അവസാനമായി അദ്ദേഹത്തിന് വിട നൽകുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. മൃതദേഹം ചിതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഏറെ പണിപ്പെട്ടാണ് ആരാധകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഇടയിലൂടെ തിരക്കിനിടയിലൂടെ മൃതദേഹം ചിതിയിലേക്ക് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല, മക്കളായ വിനീത് ശ്രീനിവാസൻ, ശ്രീനിവാസൻ, അവരുടെ ഭാര്യമാർ, കൊച്ചുമക്കൾ തുടങ്ങി എല്ലാവരും അദ്ദേഹത്തിന് കണ്ണീരോടുകൂടി വിട നൽകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒപ്പം ഒരു നാട് മുഴുവനും അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു പരിച്ഛേദം തന്നെ എത്തിയിട്ടുണ്ട്. കൂടാതെ ശ്രീനിവാസനെ സ്നേഹിക്കുന്ന ചലച്ചിത്ര മേഖലയിൽ നിന്നും, കാർഷിക മേഖലയിൽ നിന്നും, സാമൂഹിക മേഖലകളിൽ നിന്നും, രാഷ്ട്രീയ മേഖലയിൽ നിന്നുമൊക്കെയുള്ള ഒട്ടേറെ ആളുകൾ, CPM, CPI പാർട്ടികളുടെ സംസ്ഥാന സെക്രട്ടറിമാർ, വിവിധ മന്ത്രിമാർ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കന്മാർ, മറ്റ് പ്രതിനിധികൾ, ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ, നിർമ്മാതാക്കൾ, മറ്റ് സംവിധായകർ തുടങ്ങി അണിയറ പ്രവർത്തകർ, അങ്ങനെ ഒരുപക്ഷെ മറ്റ് പലയിടങ്ങളിൽ നമ്മൾ സംസ്കാര കർമ്മങ്ങളിൽ ആളുകളിലൊക്കെ പങ്കെടുത്തവും സാന്നിധ്യവും ഒക്കെ വികാരഭരിതമായി കാണാറുണ്ടെങ്കിലും ഇവിടെ ആരും ആദരാഞ്ജലികൾ അർപ്പിച്ച് കൈകൂട്ടി പൂക്കൾ അർപ്പിച്ച് പെട്ടെന്ന് കടന്നു പോവുകയല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അത്ര അടുത്ത ഒരാളുടെ നിര്യാണത്തിൽ എങ്ങനെയാണോ ആ കർമ്മങ്ങളിൽ മുഴുവൻ പങ്കാളികളായി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ചടങ്ങ് തീരും വരെ കാത്തുനിന്നാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വന്ന ആരും തന്നെ ഇതേവരെ പോയിട്ടില്ല എന്ന് പറയാം. കാരണം ശ്രീനിവാസന്റെ ഭൗതിക ശരീരം തീനാളങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന് തന്നെയാണ് വന്ന ഓരോരുത്തരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകൾ പൂർത്തിയാവാൻ ഏവരും കാത്തു നിൽക്കുന്നു. നേരത്തെ 10 മണിക്കാണ് ആ ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത് എങ്കിലും ജനബാഹുല്യം നിമിത്തം അല്പസമയം കൂടി മാറി. ദൃശ്യങ്ങൾ കാണാം എന്ന് വിചാരിക്കുന്നു. ശ്രീനിവാസന്റെ ചലച്ചിത്ര ജീവിതത്തിൽ വലിയ തോതിൽ പങ്കാളിയായിരുന്ന, എപ്പോഴും നിഴലായി എന്ന് പറഞ്ഞതുപോലെ കൂടെ ഉണ്ടായിരുന്ന സത്യൻ അന്തിക്കാട്, ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ്. വിങ്ങിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം. ഇന്നും ശ്രീനിവാസന്റെ മൃതദേഹത്തിന് അരികിൽ നെഞ്ചിൽ കൈകൾ കൊണ്ട് താങ്ങി സത്യൻ അന്തിക്കാട് വികാരഭരിതനായി കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം മറ്റ് കുടുംബാംഗങ്ങൾ, രഞ്ജി പണിക്കറും ടിനി ടോമും ഉൾപ്പെടെയുള്ളവർ തിക്കും തിരക്കും നിയന്ത്രിക്കുന്നതിൻ്റെ ക്രമീകരണങ്ങളിൽ അമ്മ ഭാരവാഹികളുണ്ട്. അദ്ദേഹത്തോടൊപ്പം സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ചവരും അതല്ലെങ്കിൽ തന്നെ പുതു തലമുറയിലെ നടീനടന്മാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. രോഗബാധിതനായിരുന്നപ്പോഴും വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു ചിത്രത്തിൻ്റെ കൂടി കടലാസ് ജോലികളിലേക്കൊക്കെ അദ്ദേഹം കടന്നിരുന്നു. പഴയകാല നടീനടന്മാരും പഴയകാല നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും മാത്രമല്ല, ധ്യാനുമായും വിനീതമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന, അതിലുപരി ശ്രീനിവാസനെ സ്നേഹിക്കുന്ന അദ്ദേഹം 80കളിലും 90കളിലും അല്ലെങ്കിൽ 2000 രാജ്യപകുതിയിലൊക്കെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ ഇന്നും നെഞ്ചിലേറ്റുന്ന ആളുകളാണ് ശ്രീനിവാസന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അതും വളരെ സാധാരണക്കാരായ അദ്ദേഹത്തെ ഒരു പക്ഷേ മുൻപ് ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സ്ക്രീനിൽ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കണ്ട് പരിചയിച്ചിട്ടുള്ള, അങ്ങനെ സ്നേഹവും ഇഷ്ടവും ആരാധനയുമൊക്കെ തോന്നി കടന്നു വന്നിട്ടുള്ള ഒട്ടേറെ ആളുകളാണ്. അതും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പലരും ഇന്നലെ രാത്രി പുറപ്പെട്ട ആളുകളാണ്. ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമേ അവർ ഒക്കെയും മടങ്ങുകയുള്ളൂ. ശ്രീനിവാസൻ ഏതാണ്ട് 20 വർഷത്തോളമായി താമസിക്കുന്നത് ഉദയംപേരൂരിനടുത്തുള്ള കണ്ടനാടാണ്. കണ്ടനാട്ടിലെ വീടിനോട് ചേർന്നുള്ള, പാടത്തോട് ചേർന്നുള്ള ആ മണ്ണിൽ തന്നെയാണ് ശ്രീനിവാസന് അന്ത്യനിദ്ര ഒരുങ്ങുന്നത്. കൃഷിയെയും പച്ചപ്പിനെയുമൊക്കെ ഏറെ സ്നേഹിച്ചിരുന്ന ശ്രീനിവാസൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു. അത്തരത്തിൽ
നാടിനെയും നാട്ടുകാരെയും ഒക്കെ സ്നേഹിച്ച് അവരിൽ ഒരാളായിട്ടായിരുന്നു ശ്രീനിവാസൻ ഈ കണ്ടനാട് മേഖലയിൽ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്ര താരത്തോടുള്ള ഒരു നടനോടുള്ള ബഹുമാനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല ജനങ്ങൾക്കുമുള്ളത്, മറിച്ച് സ്വന്തം അവരുടെ ചടങ്ങുകൾ നടക്കുകയാണ്. ഹൃദയം തകർന്നു നിൽക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. അമ്മ വിമലയെ ചേർത്ത് പിടിച്ച് തകർന്നു നിൽക്കുകയാണ്. മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. മൂത്ത മകൻ വിനീത് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. സമീപത്ത് തന്നെ അമ്മയെ ചേർത്ത് പിടിച്ച് ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. വിനീതിൻ്റെയും ധ്യാൻ്റെയും കുടുംബാംഗങ്ങളുണ്ട്. അങ്ങേയറ്റം വൈകാരികതയോടെ കണ്ണീരണിഞ്ഞ് മാത്രമേ കേരളത്തിന് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ. ശ്രീനിവാസന് വിട നൽകുകയാണ്. ആ ചിതയിലേക്ക് തീ പകരാൻ പോവുകയാണ്. മൂത്ത മകൻ വിനീതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. അമ്മയെ ചേർത്ത് പിടിച്ച് ധ്യാൻ അരികിൽ തന്നെയുണ്ട്. ശ്രീനിവാസൻ യാത്രയാവുകയാണ്. ആ ചിതയിലേക്ക് അല്പസമയത്തിനകം അഗ്നി പകരപ്പെടും. ഔദ്യോഗിക ബഹുമതികൾ നൽകപ്പെടും. ധ്യാനും വിമലയും അരികെ തന്നെയുണ്ട്. വിനീതാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. ശ്രീനിവാസന് കേരളം വിട നൽകുകയാണ്. ശ്രീനിവാസന് കേരളം അശ്വപൂജ ചെയ്യുകയാണ്.